പത്തനംതിട്ട റാന്നിയിൽ ഗ്യാസ് ശ്മശാനത്തിൽ തീ പടർന്ന അപകടം. സംസ്കാര ചടങ്ങിൽ കർപ്പൂരം കത്തിച്ചപ്പോഴാണ് തീ ആളിപ്പടർന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള ദൃശ്യങ്ങൾ. ഇതാണ്. അവർക്ക് എന്തെങ്കിലും കൂടുതൽ പരിക്കുണ്ടോ എന്ന് വ്യക്തമല്ല. അതെങ്ങനെയാണ് പിന്നെ ഗ്യാസ് ഉപയോഗിച്ചുള്ള ഒരു ശ്മശാനമാണെങ്കിൽ അങ്ങനെ ഒരു കത്തിക്കാൻ എങ്ങനെയാണ് അനുവദിക്കുന്നത് എന്നറിയില്ല. അവിടെ ഇതുമായി ചുമതലപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകേണ്ടതാണ്. അവർക്കറിയാവുന്നതാണ് കാര്യങ്ങൾ. അതോ ഇനി ഗ്യാസ് ലീക്ക് എന്തെങ്കിലും സംഭവിച്ചാണോ എന്നറിയില്ല. അഭിലാൽ, ഇത് എന്ത് സംഭവിച്ചത്? റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ ജണ്ടായ്ക്കൽ പ്രവർത്തിക്കുന്ന വാതക ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് സംഭവം. പുതുമൺ സ്വദേശിനിയായ മരിച്ച സ്ത്രീയുടെ മൃതശരീരമാണ് സംസ്കരിക്കാനായി ബന്ധുക്കൾ ഇവിടെ എത്തിച്ചത്. മതപരമായ ചടങ്ങിന്റെ ഭാഗമായി കുളിച്ച്, അതായത് ഈറനോടുകൂടി ഏറ്റവും അടുത്ത ബന്ധു കർപ്പൂരം ത്തിലേക്ക് തീ പകർന്ന ശേഷം മൃതശരീരത്തിൽ തീ കൊളുത്തുക എന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായ ചടങ്ങ് നടക്കുന്നതിനിടെയാണ് വാതകം അതിനു മുൻപായി തുറന്നു വിടുകയും അങ്ങനെ പുറത്തേക്ക് വമിച്ച വാതകത്തിന് വേഗത്തിൽ തീ പിടിക്കുകയും കർപ്പൂരം കത്തിച്ച ആളിന് പൊള്ളലേൽക്കുകയുമാണ് ഉണ്ടായത്. ശരീരത്തിൽ നനഞ്ഞ വസ്ത്രവും മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതിനാൽ തന്നെ കാര്യമായ പൊള്ളൽ ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. മുഖത്തും അതോടൊപ്പം തന്നെ കൈകാലുകളിലും നേരിയ നിലയിൽ പൊള്ളലേറ്റ ആളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പരിക്കില്ല എന്നതിനാൽ അവിടുത്തെ തന്നെ കിടത്തി ചികിത്സ മതിയാകുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. അതേസമയം തന്നെ ലീക്ക് സംഭവിച്ചാണോ അത് എന്താണ് ഈ ജീവനക്കാർക്ക് അറിയില്ലേ? അത് അങ്ങനെ അവിടെ അത് കത്തിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അറിയില്ലേ? ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്ന പ്രകാരം ശ്മശാനത്തിൽ മതപരമായ ചടങ്ങുകൾക്ക് അനുമതിയില്ല. ഒരുപക്ഷെ ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിൽ പോലും ഇത് അനുവദിച്ചുകൂടാ എന്നുള്ളത് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചുമതലയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം മൃതശരീരം അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് വാതകം ഉപയോഗിച്ച് തീ കൊളുത്തി സംസ്കരിക്കുന്ന ചടങ്ങാണ് ഉണ്ടാവുക. അത്തരത്തിൽ ഉള്ള സ്ഥലത്ത് മതപരമായ ചടങ്ങ് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപായി വാതകം തുറന്നു വിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും ജീവനക്കാർക്കുണ്ട്. പക്ഷെ ഇവിടെ ആ വിഷയത്തിൽ വലിയ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഒരാൾക്ക് മാത്രമേ പരിക്കേറ്റിട്ടുള്ളൂ എന്നതാണ് ആശ്വാസകരം. ഗുരുതരമായ പിഴവുണ്ടായിട്ടുണ്ട്. ഇത് വിഷയത്തിൽ കാര്യമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വിശദീകരിക്കുന്നത്. ശരി, എന്തായാലും വളരെ വലിയൊരു അശ്രദ്ധയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഇത്തരം വാതക ശ്മശാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രിക് ശ്മശാനങ്ങളാണെങ്കിലും ഒക്കെ അവിടെ ഇത്തരം അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രത്യേക ഇടങ്ങളുണ്ട്. അവിടെയാണ് മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കാറ്. അതിനുശേഷം നേരെ ഈ ചേംബറിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ ദഹിപ്പിക്കുന്ന ഇടത്ത് നടത്തുന്ന ചടങ്ങുകളൊക്കെ അവിടെ തന്നെ മറ്റൊരു മുറി കേന്ദ്രീകരിച്ച് നടത്തിയ ശേഷം ഈ ചേംബറിലേക്ക് മാറ്റി പിന്നീട് സ്വാഭാവികമായിട്ടും അതിൻ്റെ നടപടി നടത്തുകയാണ് വേണ്ടത്. പകരം അതിനുള്ളിലൊക്കെ തീ കൊളുത്തുന്ന നിലയിലേക്ക് ചടങ്ങ് പോയതാണ് ഈ ഒരു അപകടം ഉണ്ടാക്കി വെച്ചത്. അതവിടെ പതിവില്ലാത്തതുമാണ് എന്ന് മനസ്സിലാകുന്നു. അത് ഒന്നുമില്ലെങ്കിൽ ഈ ചെയ്തവർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതിരിക്കാം. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആ ജോലി നിർവഹിക്കുന്ന ആൾ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാതെ അവർക്ക് അതിനുള്ളൊരു തീ കത്തിച്ചോളാൻ പറഞ്ഞ് അനുവദിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ഭാഗ്യത്തിന് വലിയ അപകടം ഒഴിവായി എന്നതേ പറയാൻ കഴിയും. അത്രയേറെ ഗ്യാസ് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കർപ്പൂരത്തിൽ തീ കൊളുത്തുന്നത്. അതാണ് തീ ആളിപ്പിടിച്ചത്. പിന്നെ നനഞ്ഞ തുണിയൊക്കെ കൊടുത്തിരുന്നതുകൊണ്ട് അങ്ങനെ വലിയ അപകടം ഉണ്ടായില്ല. പക്ഷെ മുഖത്തേക്കൊക്കെ തീ ആളി ചെറിയ പരിക്കുണ്ട്. അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.